നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരിയിൽ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിവളവിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞുകയറി അപകടം. കാൽനട യാത്രക്കാരിക്ക് പരിക്ക്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പൂജാപാത്രങ്ങൾ സമർപ്പിച്ചു. ട്രസ്റ്റ് അംഗങ്ങളാണ് വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള പൂജാപാത്രങ്ങൾ കൈമാറിയത്. വാർത്തകൾ വിശദമായി. അവണിശ്ശേരിയിൽ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേന പ്രവർത്തകരും ഇതിൽ അംഗങ്ങളാവുക, ഇതിൽ പങ്കെടുക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളെ അവണിശ്ശേരി സംബന്ധിച്ചുള്ള എല്ലാവരും ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ എല്ലാവരും വളരെ ചെറുപ്പക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ഗീതിച്ചിരിക്കണം, ഗീതിച്ചിട്ട് ഞാൻ പറയാറുള്ള കാര്യമാണ്. പക്ഷേ അപ്പം അങ്ങനെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്യാവശ്യം നാട്ടുവൈദ്യമൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അത് പോരാ, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മളെല്ലാവരും ആശുപത്രിയിൽ പോകാനോ ഡോക്ടറെ കാണാനോ മടിക്കും. അപ്പം നമുക്കറിയുന്ന ചെറിയ നാട്ടുവൈദ്യമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആ നാട്ടുവൈദ്യം കൊണ്ട് തീരണമെന്നില്ല. അപ്പോൾ ചെറിയൊരു കാര്യം, സൂചി കൊണ്ടെടുക്കുന്ന കാര്യം എന്തുകൊണ്ടെടുത്താലും കിട്ടാത്ത നിലയിലേക്ക് മാറും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ ഒരു തോട്ടിൽ കൂടെ ഒരു ചാലിൽ കൂടെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പാടത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ മീനും തവളയായിരുന്നു അല്ലേ? തോട്ടിലും ചാലിലും പാടത്തൊക്കെ മീന്, തവള, ഞൗനിക്ക, അങ്ങനെ നിരവധി ജീവികളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നമ്മുടെ തോട്ടിലേക്ക് നമ്മളെ തൊഴിലുറപ്പുകാരൊക്കെ എല്ലായിടത്തും പണിയുന്നതാണ്. ഹരിതകർമ്മസേനക്കാരൊക്കെ നാട് മുഴുവൻ നടക്കുന്ന ആളുകളാണ്. ഇന്ന് അങ്ങനെ ഒരു സാധനത്തിൽ നമ്മുടെ തോട്ടിലില്ല. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഇന്നിവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത് പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ പോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലീഡേഴ്സിനെ പോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന മഹനീയമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പട്ടാളം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മേജറും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ പോലെ അതിലെ മേജർമാരും ക്യാപ്റ്റന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ താല്പര്യപൂർവ്വം ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത്. ഈ മഴക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം മുന്നോട്ട് പോകും. അതിൻ്റെ തുടക്കം ഇവിടെ ഈ പറഞ്ഞ പോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെയും തൊഴിലുറപ്പുകാരുടെയും ക്യാമ്പ് ആരംഭിക്കുന്നു. ഈ ക്യാമ്പിന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നു. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടറോട് പറയണം. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സുനന്ദ, വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര, രമണി നന്ദകുമാർ, സായ രാമചന്ദ്രൻ, വൃന്ദ, ജോയ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിവളവിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞുകയറി അപകടം. കാൽനട യാത്രക്കാരിക്ക് പരിക്ക്. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിവളവിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പ്രവാസിക്ഷേമ സഹകരണ സംഘം ഓഫീസിന്റെ മുന്നിലേക്ക് പാഞ്ഞുകയറി. ഈ സമയം ഇതുവഴി പോയിരുന്ന കാൽനട യാത്രക്കാരിക്ക് കാറിടിച്ച് പരിക്കേറ്റു. ചേർപ്പ് എരിഞ്ചേരി ആനിനാണ് പരിക്കേറ്റത്.
ഇവരെ എയ്ഡ്സ് പ്രവർത്തകർ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 അപകടം ഉണ്ടായത്. പ്രവാസി സഹകരണ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ചങ്ങല ഗേറ്റ് ഇടിച്ചു തകർത്ത് ഓഫീസിന്റെ മുൻഭാഗത്തെ ചവിട്ടുപടിയിൽ കാർ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ടൈലിട്ട പടിക്കും കാറിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പൂജാപാത്രങ്ങൾ സമർപ്പിച്ചു. ട്രസ്റ്റ് അംഗങ്ങളാണ് വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള പൂജാപാത്രങ്ങൾ കൈമാറിയത്. നിവേദ്യ തട്ടുകളോട് കൂടിയതാണ് പൂജാ സെറ്റ്. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ, ക്ഷേത്രം ജീവനക്കാർ, ഊരായ്മക്കാർ, ഭക്തർ എന്നിവർ പങ്കെടുത്തു. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടനെ സമർപ്പിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ MP വേടനെ കൈമാറി. തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ മുൻ MP TN പ്രതാപന് കൈമാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ചെറുപ്പക്കാരനൊരു വിസ്മയത്തോടെയാണ് നമ്മളിലെല്ലാവരും നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ കാര്യം, പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് തന്നെ ഇച്ചിരി ഒരു അവമതിപ്പോടു കൂടിയൊക്കെ സംസാരിക്കാൻ ആളുകൾ വ്യഗ്രത കൊള്ളുന്ന ഒരു കാലത്ത് ആളുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച്, അവരുടെ വായനയെ സംബന്ധിച്ച്, അവരുടെ അറിവിനെ സംബന്ധിച്ച്, ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ്. അത് റാപ്പ് സംഗീതത്തിൻ്റെ അലയൊലികളും ഇതുപോലെ തിരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാമ്പുള്ള വരികളെ കേൾക്കാൻ ആളുകൾ വരുന്നതാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തലപ്പാവിൻ്റെ തിളക്കത്തെ പറ്റി പറയുമ്പോൾ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടിക്കേണ്ടെന്ന കാര്യത്തിൽ സംശയം. വേടന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ നിന്നും മാറ്റാൻ കഴിയില്ലെന്നും MP പറഞ്ഞു. ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും CC മുകുന്ദൻ MLA ആദരിച്ചു. എലോഷ്യസ് സേവ്യർ പ്രശസ്തി പത്രം കൈമാറി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, K ദിലീപ് കുമാർ, ശോഭ സുമിൻ, സുനിൽ ലാലൂർ, CH റഷീദ്, ഹാറൂൺ റഷീദ്, CM നൌഷാദ്, PI ഷൌക്കത്ത് അലി, PM സുൽഫിക്കർ, ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്രയും സന്തോഷമുള്ളൊരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. പാലശ്ശേരി ALP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ചടങ്ങിൽ സ്കൂൾ കാർഷിക ക്ലബ്ബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, സൂംബ ഡാൻസ്, റാലി തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥി നേഹ ഡിക്സൺ കർഷക തൊഴിലാളിയുടെ വേഷമണിഞ്ഞത് ശ്രദ്ധേയമായി. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഡോക്ടേഴ്സ് ദിനത്തിനോടനുബന്ധിച്ച് വാർഡിലെ ഡോക്ടർമാരെ ആദരിച്ചു. ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ആദരം സമർപ്പിച്ചത്. ഹോമിയോപ്പതി ഡോക്ടർ രജനി സുകുമാരൻ, അലോപ്പതി ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരെ വസതിയിലും ക്ലിനിക്കിലും എത്തി അനുമോദിച്ചു. വാർഡ് മെമ്പർ ആൻഡ്രൂ തൊറയൻ ഷോൾ അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമാണ്. ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ 5ാം വാർഡിൽ നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്നത് ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വാർഡിലെ ഡോക്ടർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ആദരിക്കുന്നത് രജനി ഡോക്ടറെയാണ്.
ഏകദേശം 40 വർഷത്തോളം ഹോമിയോപ്പതി വിഭാഗത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഡോക്ടറാണ്. നമുക്കറിയാം വളരെ ഫീസും മരുന്നും ഒക്കെ തന്നെ വളരെ കുറവിൽ തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്ത് ഡോക്ടർ സേവനം ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഡോക്ടർക്ക് അതുപോലെ തന്നെ കുടുംബത്തിനും ഡോക്ടർ ദിനാശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. തുടർന്നുള്ള നമുക്കറിയാം ഒരു അത്യാസന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആവശ്യഘട്ടത്തിൽ രോഗി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ഒരു ഡോക്ടറെ സമീപമാണ്. എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ രോഗത്തിൻ്റെ ഒരു അവസ്ഥ വന്നാൽ അതിനെ തരണം ചെയ്യാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ശമനം കാണാറ്. ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി ഹെൽപ്പർ നിമ്മി, രേണുക റിജു എന്നിവർ സംസാരിച്ചു. തൃശൂർ വടക്കാഞ്ചേരി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. കേളത്ത് സ്കാഫോൾഡിംഗ് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത്. കമ്പനിക്ക് പുറകിലെ മതിൽ തകർത്ത കമ്പിപ്പാറയും മറ്റും പരിസരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കമ്പനി ഉടമ ഹാരിസ് പറയുന്നു. കമ്പനിക്ക് പുറകിലെ ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ കൗൺസിലർ ഉദയബാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഡിജിറ്റൽ സർവേ ഭൂമി കോൺക്ലേവ് 2025 രാജ്യത്തെ വിദഗ്ധ സംഘം തൃശൂർ ജില്ലയുടെ മാതൃക കണ്ടുപഠിക്കാൻ എത്തി. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് സംഘടിപ്പിക്കുന്ന നാഷണൽ ഭൂമി കോൺക്ലേവ് 2025 കഴിഞ്ഞ മാസം 25 മുതൽ 28 വരെയാണ് നടത്തിയത്. ഭൂമി കോൺക്ലേവുമായി ബന്ധപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തെ 5 ജില്ലകളിൽ ഫീൽഡ് സന്ദർശനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി 10 പേർ അടങ്ങുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലെ ഡിജിറ്റൽ സർവേയെപ്പറ്റി പഠിക്കുന്നതിനായാണ് ജില്ലയിലും ഫീൽഡ് സന്ദർശനം നടത്തിയത്. ജില്ലാ കലക്ടർ, സബ് കലക്ടർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ, സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം എന്നിവരുമായി ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ ചർച്ച നടത്തി. തുടർന്ന് ചാവക്കാട് താലൂക്കിലെ എടക്കഴിയൂർ വില്ലേജിൽ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് ടീം വില്ലേജിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനം നേരിട്ട് കണ്ട് വിലയിരുത്തി. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയും സോഫ്റ്റ്വെയറും സംവിധാനങ്ങളും ഏറ്റവും മികച്ചതാണെന്ന് സന്ദർശനം നടത്തിയ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. സംഘത്തിൽ തെലങ്കാനയിൽ നിന്നും മാണ്ട മകരണ്ടു IAS, ജാർഖണ്ഡിൽ നിന്നും ചന്ദ്രശേഖർ IAS, അരുണാചൽ പ്രദേശിൽ നിന്നും ഡയറക്ടറേറ്റ് ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടർ പാഗ്ലിസോറ എന്നീ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC മുൻ മെമ്പർ CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, ജില്ലാ സെക്രട്ടറി റഷി ലാസർ, ചാവക്കാട് ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാക്കളായ KV സത്താർ, KP ഉദയൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബീന രവിശങ്കർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം HM നൌഫൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് തബ്ഷീർ മുഴുവൻചേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് മണത്തല, പ്രലോഭ് അശ്വിൻ ചാക്കോ, രഞ്ജിത്ത് ഗുരുവായൂർ, ജാസിം ചാലലി, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ നവീൻ മുണ്ടൻ, വിശാഖ് കടപ്പനി, സാം പുന്നയൂർ, ഹിഷം കപ്പൽ, റംഷാദ് മല്ലാട്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ PV ബദ്രുദ്ദീൻ, KM ഷിഹാബ്, PA നാസർ, RK നൌഷാദ്, അനീഷ് പാലയൂർ, തെക്കൻ ബൈജു, സുനിൽ കാര്യാട്ട്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ അനിത ശിവൻ, ഹിമ മനോജ്, റുക്യ ഷൌക്കത്ത് അലി, ഷൈല നാസർ എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ പ്രതിഷേധ യോഗം അവസാനിച്ചതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച ബാരിക്കേഡ് തള്ളി. പ്രവർത്തകരുടെ പ്രതിഷേധം കനത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ശക്തിയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തള്ളാൻ ശ്രമിച്ചു. തുടർന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ടതോടെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പിരിഞ്ഞു പോവുകയായിരുന്നു. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,065 രൂപ, പവന് 72,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരിയിൽ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സെയിന്റ് ആന്റണീസ് പള്ളിവളവിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞു കയറി അപകടം. കാൽനട യാത്രക്കാരിക്ക് പരിക്ക്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പൂജാപാത്രങ്ങൾ സമർപ്പിച്ചു. ട്രസ്റ്റ് അംഗങ്ങളാണ് വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള പൂജാപാത്രങ്ങൾ കൈമാറിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.